നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ നിന്നും ഒളിച്ചോടി CPM സംസ്ഥാന സെക്രട്ടറി. സംഘടനാപരമായി വീഴ്ചയുണ്ടായി എന്ന് തുറന്നു സമ്മതിച്ച MV ഗോവിന്ദൻ എന്തുകൊണ്ട് തോറ്റു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയില്ല. അതേസമയം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ LDF-നെ നയിക്കണമെന്നാണ് CPM സെക്രട്ടേറിയറ്റിലെ വിലയിരുത്തൽ. CPM-ന് തിരഞ്ഞെടുപ്പിലുണ്ടായ ആഘാതം എത്രയെന്ന് പാർട്ടി സെക്രട്ടറിയുടെ മുഖത്തുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ചിരിച്ച് സമയമെടുത്ത് ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകുന്നതാണ് പൊതുവെ MV ഗോവിന്ദന്റെ ശൈലി. എന്നാൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഗോവിന്ദനെയാണ് ഇന്ന് കണ്ടത്. CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയങ്ങളുടെ കാരണം അണികളോട് വിശദീകരിക്കേണ്ടയാൾ സാങ്കേതികമായി ചില കാര്യങ്ങൾ മാത്രം വിശദീകരിച്ച് വാർത്താ സമ്മേളനത്തിൽ നിന്നൊഴിഞ്ഞു. CPM പാർട്ടിയുടെ പ്രവർത്തകരെയും പാർട്ടി ഘടകങ്ങളെയും LDF-ലെ ഘടകകക്ഷികളെയും ജനങ്ങളെ ആകെയും വിശ്വാസത്തിലെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തിരിച്ചടിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പരിശോധനയും നിലപാടുകളും. തോൽവിയെക്കുറിച്ച് സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്ന പാർട്ടി സെക്രട്ടറിയുടെ അസാധാരണ പരാമർശവും ശ്രദ്ധേയമായി. പാർട്ടി സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും അവരുടെ ഘടകങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാൻ അവസരമൊരുക്കണം. നിർഭയമായി പാർട്ടി കമ്മിറ്റികളിൽ അഭിപ്രായം പറയാമെന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം, ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നില്ലേ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നത് എന്നാണ്. ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? കണ്ണൂരിലെ ഇത്രയും വലിയ വോട്ട് ചോർച്ചയ്ക്ക് കാരണമെന്ത്? പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ വ്യക്തിപരമായി നേരിടുന്ന വിമർശനങ്ങൾ, മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമോ എന്നതുൾപ്പെടെ ഒരു ചോദ്യത്തിനും MV ഗോവിന്ദൻ വ്യക്തമായി മറുപടി നൽകിയില്ല. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയുണ്ടായെന്നും കണ്ണൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ലെന്നും സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നു. തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി മറികടക്കാൻ പഠനവും തിരുത്തലുമൊക്കെയാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടിക്ക് ശേഷവും ഇത്തരത്തിലുള്ള തിരുത്തലുകൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായതുമില്ല. ഇതിന്റെ അവസ്ഥ എന്ത് എന്നത് കാലം തെളിയിക്കും. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.